ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് ഒന്നിനും ഒരു വ്യക്തത വരുന്നില്ലല്ലോ. അതെ ആന്റി, അരുന്ധതി മാഡത്തിന്റെ വീട്ടിൽ പോയി വന്ന് ഹരിയങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ ചെറിയൊരു ആശ്വാസവും പ്രതീക്ഷയൊക്കെ തോന്നിയതാ. നന്ദു അറിയാത്ത എന്തോ ഒരു ചതി ഇതിന് പുറകിൽ നടന്നിട്ടുണ്ടോന്നൊരു സംശയം തോന്നി. അത് നമുക്ക് സഹായമായിട്ട് വരുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷേ അരുന്ധതി മാഡം വന്ന് ബഹളം വെച്ചതോടെ ആ പ്രതീക്ഷയൊക്കെ അങ്ങ് പോയി. അത്ര തകർന്നിട്ടാ മാഡം നിൽക്കുന്നേ. മോളെ, നന്ദൻ ഇങ്ങനൊരു കൊലപാതകം ഇതിലിനി സംശയിക്കാനൊന്നുമില്ല ആന്റി. ഋഷിയുടെ മരണത്തിന് പിന്നിൽ നന്ദു തന്നെയാ. ഈ സംഭവങ്ങളിൽപ്പെട്ട് നിന്റെ മനസ്സ് പതറിപ്പോവരുത്. നീ MLA യാ. നാടിനോടെന്നും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. കുടുംബത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തില്ലേ? കരഞ്ഞ് കാലുപിടിക്കുകയും ചെയ്തില്ലേ? അവസാനം അതിനെയൊക്കെ മറികടന്ന് നീ ഉറച്ച മനസ്സുള്ള ഒരു പെണ്ണായി അവിടെ തന്നെ നിൽക്കണം. ഇനി പഴയതുപോലെ അലഞ്ഞു നടക്കുന്ന ദേവികയാവണ്ട. ഷാരി പറഞ്ഞത് തന്നെയാ ആന്റിയും പറയുന്നത്. ചന്ദ്രോത്ത് സംഭവിച്ച ഒരു വിഷയത്തിന്റെ തെറ്റും ശരിയും കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ കൂടെ നിൽക്കുന്നത് നന്ദുവിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനൊന്നും അല്ല. ചന്ദ്രോത്തിനോട് എനിക്കൊരു കടമയുണ്ട്, അത് മറക്കാൻ പറ്റില്ല. നന്ദുവിന്റെ കാര്യത്തിൽ എല്ലാവരും തകർന്നു നിൽക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയായാലും എന്റെ ജീവിത പങ്കാളിയായിരുന്ന ആളാ നന്ദു. നിയമപരമായി പിരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും എന്റെ ഭർത്താവാ. രേഖകളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. എന്നെ സ്നേഹിച്ച ആള്, സ്വപ്നങ്ങൾ പങ്കുവെക്കുകയും ഇഷ്ടങ്ങൾ സാധിച്ചു തരികയും ചെയ്തിട്ടുള്ള ആള്, എന്റെ കണ്ണൊന്ന് നിറഞ്ഞ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് സന്തോഷവും സങ്കടവും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്ത ആള്. അങ്ങനൊരാള് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാനല്ല ഏതൊരു പെണ്ണും ചെറുതായിട്ടൊന്ന് ഉലഞ്ഞു പോവും. മോളെ, നേരെ നീ പറഞ്ഞത്. മേരി തോമസുമായുള്ള ബന്ധം അറിഞ്ഞപ്പോ എന്റെ മനസ്സിലും ബാലുവിനോടുള്ള പക നിറഞ്ഞതാ. പക്ഷെ പിന്നീട് സത്യങ്ങളൊക്കെ ബാലുവിന്റെ ഡയറിയിൽ അറിഞ്ഞപ്പോ ആ ആത്മാവിന് ഞാൻ മാപ്പ് കൊടുത്തു. അത് പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് മുൻപ് ബാലുവിന് അറിയാതെ സംഭവിച്ച തെറ്റാ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. നിന്നെപ്പോലൊരു പെണ്ണിനെ വഞ്ചിക്കാൻ നോക്കുക, ചെയ്തതെല്ലാം മറച്ചു വെക്കാൻ നോക്കുക. ഇതിലപ്പുറം മഹാപാപം വേറെ എന്തുണ്ട്? അന്ന് ചന്ദ്രോത്ത് ചെന്നപ്പോ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞു നന്ദൻ. അവൻ പറഞ്ഞതൊക്കെയാണോ ശരി? അതല്ല പറയാത്ത കാര്യങ്ങൾ ബാക്കിയുണ്ടോ? ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഞാനും അതേ അവസ്ഥയിലാ ആന്റി. തെറ്റും ശരിയും കൂടി കുഴഞ്ഞു കിടക്കും പോലെ. ഒരാളെ കൊന്ന ആളെന്ന നിലയ്ക്ക് നിയമം കൊടുക്കുന്ന കൃത്യമായ ശിക്ഷ തന്നെ നന്ദുവിനും കിട്ടണമെന്നറിയാം. പക്ഷെ ഏതോ ചില സമയങ്ങളിൽ നന്ദു രക്ഷപ്പെട്ടു വരാനും ആഗ്രഹിച്ചു പോവുക. കഴുത്തിൽ ഇനിയും മാറാതെ കിടക്കുന്ന ഈ താലിയായിരിക്കും എന്നെ കൊണ്ടത് തോന്നിപ്പിക്കുന്നത്.